വാർത്തകൾ വിശദമായി നോക്കാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണം കാണാതായ സംഭവത്തിൽ ഉപകരണങ്ങൾ തിരിച്ചറിയാതെ പോയതിൽ ആരെയും കുറ്റം പറയുന്നില്ലെന്നും പ്രശ്നങ്ങൾ വലിച്ചു നീട്ടാൻ താൽപര്യമില്ലെന്നും ഡോക്ടർ ഹാരിസ്. അന്വേഷണ സമിതിയിൽ തനിക്ക് അവിശ്വാസം ഇല്ല, ഓഫീസ് മുറിയിൽ ഒരു രഹസ്യവുമില്ല, ആർക്കു വേണമെങ്കിലും കയറാമെന്നും ഹാരിസ് പറഞ്ഞു. ആശുപത്രിയിൽ കഴിയുകയായിരുന്ന തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി സന്ദർശിച്ചെന്നും ഇനി വിവാദങ്ങൾക്കില്ലെന്നും ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കി. അവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. അവർ വേറെ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിലുള്ള ആൾക്കാരാണ്. അദ്ദേഹം മെഡിക്കൽ വിദഗ്ധനാണ്, എൻഡോക്രൈനോളജിസ്റ്റാണ്. അദ്ദേഹത്തിന് മോഴ്സിലോസ്കോപ്പോ നെഫ്രോസ്കോപ്പോ ഒക്കെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് അദ്ദേഹത്തിനെ കുറ്റം പറയുന്നില്ല. അത് അവിടെ അസ്വാഭാവികതയൊന്നുമില്ല. എൻ്റെ റൂമിൽ ആർക്ക് വേണമെങ്കിലും കയറാം. എൻ്റെ റൂം എന്ന് പറഞ്ഞാൽ ഓഫീസ് റൂമാണ്. അവിടെ ഏത് ഡോക്ടർക്കും എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഡോക്ടർമാർക്കും ഏത് സമയത്ത് വേണമെങ്കിലും കയറാം. അവിടെ അവർക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ എന്നെ സംരക്ഷിക്കട്ടെ. എന്നെ വിശ്വാസമില്ല, എന്നെ പറ്റില്ല ആരോപണം ഉണ്ടെങ്കിൽ എന്നെ അന്വേഷിക്കട്ടെ. ഞാനൊരു തുറന്ന പുസ്തകമാണ്. എനിക്കതിനകത്ത് ഭയമില്ല. ഞാൻ സുഖമില്ലാതെ കിടക്കുകയാണെന്നുള്ളത് ഞാൻ പ്രിൻസിപ്പലിനെ അറിയിച്ചിട്ടും പ്രിൻസിപ്പൽ അങ്ങനെ എന്നെ അറിയിച്ചില്ല എന്ന് വെച്ചാൽ ഞാനന്ന് ഫോൺ എടുത്തിരുന്നില്ല. അത് മിനിസ്റ്റർ വന്നപ്പോൾ തന്നെ എന്നോട് നേരത്തെ പെർമിഷൻ ചോദിച്ച് സൈക്കാട്രി ഡോക്ടറോടും പെർമിഷൻ ചോദിച്ചിട്ടാണ് മാഡം വന്നത്. കഴിയുന്നതും വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ സെറ്റിൽ ചെയ്ത് ഇത് വലിച്ചു നീട്ടാതെ എങ്ങനെയെങ്കിലും പോകുന്നതാണ് എനിക്ക് നല്ലത്.